girls, welcome back to Xylem Learning. It's me JK. മക്കളെ full chapter, full revision, full question. നമ്മൾ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള പുതിയ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തു പഠിക്കണം, അറിഞ്ഞു പഠിക്കണം, കണ്ടു പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന ഫിസിക്സ് എക്സാമിൽ നമുക്ക് 20ൽ 20 മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ ചോദ്യം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. രണ്ട് പ്രസ്താവനകൾ, രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ സമ്പർക്കരഹിത ഫലങ്ങൾക്ക് ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? മാങ്ങ താഴത്തേക്ക് വീഴുന്നു അല്ലെ, കാറ്റിൽ ആടിയുലയുന്ന ഇലകളാണ്, കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലങ്ങൾക്കുള്ള ഉദാഹരണമാണ്. ഇത് കോണ്ടാക്ട് ഫോഴ്സിനുള്ള ഉദാഹരണമാണ്. നീന്തുമ്പോൾ ജലത്തെ തള്ളുന്നു, പന്ത് തട്ടി അകറ്റുന്നു അല്ലെ. ക്രിസ്ത്യാനൊക്കെ എന്ത് ചെയ്തു? പന്ത് തട്ടി അകറ്റുന്നു, ആണിയിൽ ചുറ്റികൊണ്ട് അടിക്കുന്നു. ഈ രണ്ട് പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ശരിയായതിൽ ഏതെന്ന് കണ്ടെത്താനാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ നോക്കൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. എന്താണ്? എ മാംഗോ ഫാൾ ഡൗൺ, ലീവ് സ്വേ ഇൻ ദ വിൻഡ് അല്ലെ, കാറ്റിൽ ഇങ്ങനെ ആടിയുലയാണ് അല്ലെ. എ മാഗ്നറ്റ് അട്രാക്ട് ഓൺ അയൺ. അപ്പൊ ഇതിൽ ഏതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? പ്രത്യേകം ശ്രദ്ധിക്കാൻ, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ്. മാംഗോ താഴത്തേക്ക് വീഴാറുള്ള നോൺ കോണ്ടാക്ട് ഫോഴ്സ് ശരിയാണ്. ഇനി മാഗ്നറ്റ് അട്രാക്ട് എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. പക്ഷെ കാറ്റിൽ ഇലകൾ ആടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ 3 പോയിന്റ്, 2 ശരി, 1 തെറ്റാണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ഫോർ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ഫലത്തിന് എക്സാമ്പിൾ നമുക്ക് തന്നിട്ട് എന്താ തന്നിട്ടുള്ളത്? വൈൽ സ്വിമ്മിങ് വാട്ടർ പുഷ് ബാക്ക് അല്ലെ. നമ്മൾ നീന്തുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നു? പുഷ് ബാക്ക്, വെള്ളം പിറകോട്ട് ഇങ്ങനെ തള്ളുന്നു അല്ലെ. അപ്പൊ അത് ഏതാണ്? അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കറക്റ്റ് ആണ്, കോണ്ടാക്ട് ഫോഴ്സ്. എ ബോൾ ഹിറ്റ് ആൻഡ് മൂവ്സ്, ബോൾ അടിച്ചു തെറിപ്പിക്കുന്നു, അതും കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഇനി എ നെയിൽ ഹാംഡ് അല്ലെ, എ നെയിൽ ഈസ് ഹാംഡ് വിത്ത് ഹാമർ അല്ലെ, ഹാംഡ് വിത്ത് ഹാമർ. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ നോക്ക്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ 3 പോയിന്റ് ശരിയാണ്. പക്ഷെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ 2 പോയിന്റ് മാത്രമേ ശരിയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ ആൻസർ കീ നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അല്ല. ഏല് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ 1 തെറ്റുണ്ട്. ഇനി രണ്ടാമത്തെ എന്താണ്? ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ് പോയിന്റ്. അടുത്ത് നോക്കുക, ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, അത് തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്, അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ഗൈസ്? നമ്മുടെ ആൻസർ ഏതാണ്? ബി ആണ്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അടുത്തൊരു ചോദ്യം നോക്കൂ. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തണം. വൃത്തിയായിട്ട് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് പോകുന്നോളൂ. ഇന്ന് വൈകുന്നേരം നമ്മൾ ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെ ഒക്കെ ലൈവ് ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ പുതിയ പാറ്റേണിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഈ ചോദ്യം വായിച്ചോളൂ. പെട്ടെന്ന് ആൻസർ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? നേരെ ലൈവിലേക്ക് വരിക. നമ്മൾ അവിടെ എല്ലാ ചോദ്യങ്ങളും സെറ്റാക്കും, എല്ലാ ഉത്തരങ്ങളും സെറ്റാക്കും. വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയാക്കും. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക? വൈകുന്നേരം ലൈവ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഡാ.